ഹായ്, ഞാൻ ജിതിൻ എബ്രഹാം, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെയേറെ എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്, ആൽക്കഹോളിസം. കേരളത്തിലെ യുവത്വം ഏറ്റവും കൂടുതൽ പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാരകമായ ഒരു വിഷമാണ് ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അതിൽ ആൽക്കഹോളിസം, അതിനകത്ത് യുവത്വം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ഏത് പ്രായക്കാരും. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വളരെ വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ആൾ പറഞ്ഞതാണ്, ആളുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തുള്ള വീട്ടിൽ എന്നും പോയിട്ട് അടിയും, എന്നും പോയിട്ട് വഴക്കാണ്, എന്നും പ്രശ്നങ്ങളാണ്. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കേക്കൊക്കെ മാറിക്കഴിയും അവൾ ഓക്കെയാണ്, സംസാരിക്കും. പക്ഷേ അന്നത്തെ വൈകിട്ട് അവിടെ ഒരു ഭീകരാന്തരീക്ഷമാണ്. അത് മുഖാന്തരം സംഭവിക്കുന്നത് അവിടുത്തെ 2 കുട്ടികളും അവർ നന്നായി പഠിക്കുന്ന കുട്ടികളാണ്, പക്ഷേ അവരുടെ എക്സാമിൻസിന് തോറ്റു പോകുന്നു. മാർക്ക് കൊണ്ട് വീട്ടിൽ വരുമ്പം പേരൻസ് വീണ്ടും പ്രശ്നമാക്കുന്നു. അമ്മയ്ക്കറിയാം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, പക്ഷെ അപ്പനത് സമ്മതിച്ചു കൊടുക്കത്തില്ല. കാരണം ആൽക്കഹോളിക് അഡിക്റ്റാണ്. അപ്പം ഈ ആൽക്കഹോളിക് അഡിക്റ്റ് ആകുമ്പോൾ ചിലർക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ പുറത്തു വരാനുള്ള ആഗ്രഹമൊക്കെ കാണും. അപ്പോൾ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ എനിക്ക് പുറത്തു വരണം, സ്വയം നിർത്തുമെന്നൊക്കെ പറയും. 2 ദിവസം നിർത്തും, 3-ാമത്തെ ദിവസം വീണ്ടും തുടങ്ങും. അപ്പം ഈ ആൽക്കഹോൾ അഡിക്ഷൻ്റെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സ്വയം മാറാൻ തീരുമാനിച്ചാൽ മാറാൻ പറ്റും, പക്ഷേ അതിനൊരു ഗൈഡൻസ് ആവശ്യമുണ്ട്. കേരളത്തിലെ വളരെ ലീഡിംഗ് ആയിട്ടുള്ള പുനർജനി പോലുള്ള സ്ഥാപനങ്ങൾ, തൃശ്ശൂർ പൂമലയിൽ പ്രവർത്തിക്കുന്ന പുനർജനി പോലുള്ള സ്ഥാപനങ്ങൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക് പോയി 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ്. ആ ട്രീറ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഫാമിലിയായിട്ട് പോയി അവിടെ നിൽക്കുമ്പം ഒബ്വിയസ്ലി ഒരു മദ്യപാനിയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പാവമാണ്. മദ്യമാണ് അവരിൽ എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത്. അതൊന്ന് തിരിച്ചറിഞ്ഞ് അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പുഷ്പം പോലെ അത് ഓവർകം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ റീഅഡിക്ഷൻ സെൻ്ററുകളിലൊക്കെ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്, ശരിക്കും മദ്യപാനികൾ വളരെ പാവങ്ങളാണ്. കാരണം മദ്യം അകത്ത് കയറി ചെല്ലുമ്പോൾ റോറിങ് ലയൺസാണ്, സിംഹങ്ങളാണ്, ഗർജിക്കുന്ന സിംഹങ്ങളാണ്. പക്ഷേ കിക്കൊക്കെ മാറിക്കഴിയുമ്പം അവർ കിടന്നു കഴിയുമ്പം അവർ പൂച്ചകളെ പോലെയാണ് കിടന്നുറങ്ങുന്നത്. വളരെ സമാധാനമുള്ള, നമുക്കൊരിക്കലും മനസ്സിലാവത്തില്ല ആ ആൾ തന്നെയാണോ അത്രയും ചൂടായത്. മദ്യം പണക്കാരനാണെന്നോ പാവപ്പെട്ടവരാണെന്നോ എന്നൊന്നും മദ്യത്തിന് ചിന്തയില്ലല്ലോ. അപ്പോൾ ഈ കഴിഞ്ഞ ന്യൂ ഇയറിന്, കഴിഞ്ഞ ക്രിസ്മസിന് കേരളത്തിലെ മലയാളികൾ ഏറ്റവും കൂടുതൽ എത്ര കോടിക്കാണ് മദ്യം കഴിച്ചത്. പക്ഷേ ഈ മദ്യമൊക്കെ അകത്തി എന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഉണ്ടോ? സോഷ്യൽ ആക്ടിവിറ്റീസ്, സോഷ്യൽ ഗ്യാതറിങ്ങിൽ സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറഞ്ഞു തുടങ്ങി അഡിക്ഷനിലെത്തി അവസാനം മരണത്തിലേക്ക് വരെ എത്തിക്കാറുണ്ട്. ഞാൻ 21 ദിവസത്തെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് പോയി 1 മാസം കഴിയുമ്പോൾ മരണപ്പെട്ടു പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ലിവർ സിറോസിസ് ഒക്കെ വന്ന്. അപ്പം അതുകൊണ്ട് മദ്യം അപകടം ചെയ്യും. ആൽക്കഹോളിസം അതൊരു വലിയ രോഗമാണ്. മദ്യപാനം ഒരു മാരക രോഗമാണ്, മാരക വിഷമാണ്. അത് മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് ആ രോഗാവസ്ഥ ചികിത്സിച്ച് മാറ്റാൻ നിങ്ങൾ തയ്യാറാകണം. അതിന് ഡി-അഡിക്ഷൻ സെൻ്ററുകളിൽ നിങ്ങൾ പോകണം. ആൽക്കഹോളിക് ഡി-അഡിക്ഷൻ സെൻ്ററുകൾ മാത്രമുണ്ട്, പുനർജനി പോലുള്ള സ്ഥാപനങ്ങളിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് നടക്കുന്നത്. കാരണം അത് തുടങ്ങിയത് മദ്യാസക്തിയിൽ നിന്നും പുറത്തു വന്നൊരു വ്യക്തിയാണ്, അന്തരിച്ച മഹാനായ ഒരു വ്യക്തിത്വമാണ് ഡോക്ടർ ജോൺസ് കെ മംഗലം എന്ന് പറയുന്ന ജോൺസൺ മാഷ്. അപ്പം ആ ഒരു സ്ഥാപനത്തിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ആ പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെയാണ് മറ്റ് പല സ്ഥാപനങ്ങളും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇങ്ങനെ ഒരുപാട് ഡി-അഡിക്ഷൻ സെൻ്ററുകൾ എല്ലാ ജില്ലകളിലും നടത്തുന്നുണ്ട്. അതിനൊട്ടും നിങ്ങൾ മടി കാണിക്കരുത്, നിങ്ങൾ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ആൽക്കഹോളിക് ഈസ് എ ഡെഡ്ലി ഹൈലി ഡിസീസ്. ആൽക്കഹോളിസം എന്ന് പറയുന്നത് ഒരു മാരക രോഗമാണ്. ആ രോഗാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു, ചികിത്സിച്ചാൽ ബാക്കിയും കൂടെ. പക്ഷേ 21 ദിവസം 30 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ അതുപോലെ പഴയ അവസ്ഥയിലേക്ക് പോകരുത്. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഫോളോ അപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അടുത്തൊരു 5 വർഷം വരെ നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റിയാൽ ഒരു പരിധിക്കപ്പുറത്തേക്ക് നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ ചെയ്ത് പോകാൻ വേണ്ടി സാധിക്കും.